പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓണം സീരീസിലെ 9ാമത്തെ ദിവസമാണ്. 9ാമത്തെയും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നറിയോ? നമ്മള് സദ്യയിലെ പ്രധാനമായ ഒരു സാധനമാണ് ആക്കാൻ പോകുന്നത്. ഏകദേശം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? അതെ, ഇന്ന് നമ്മൾ എന്താ ആക്കാൻ പോകുന്നത് വെച്ചാൽ സാമ്പാറാണ്. നമ്മളെ സദ്യയിലെ കേമനും സദ്യയിലെ പ്രധാന ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുള്ള സാധനവുമായ സാമ്പാറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ സാമ്പാർ എങ്ങനെയാക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഇന്നത്തെ റെസിപ്പി സാമ്പാറാണ് കേട്ടോ. നമ്മൾ സാധാരണ ഓണസദ്യക്ക് ഉണ്ടാക്കുന്ന തേങ്ങ വറുത്തരച്ച് വെച്ച സാമ്പാറൊന്നുമല്ല. ഈ സാമ്പാർ എൻ്റെ സ്റ്റൈലിലാക്കുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണെന്ന് വേണ്ടിക്ക് പറയാം. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് സാമ്പാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണ്. അതിന് വേണ്ടിയിട്ട് പരിപ്പ് 1 ഗ്ലാസിൻ്റെ അളവിലെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിത് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പ്രധാനമായ ഒരു കാര്യം, ഇത് ശരിക്കും തേങ്ങ വറുത്തരച്ച് വെച്ച സാമ്പാറിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടാവും, ഏകദേശം അതുപോലെ കാണാനും ഉണ്ടാവും. നിങ്ങളൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മൾ പരിപ്പ് കഴുകിയിട്ട് ഞാൻ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പരിപ്പ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലിന് മാത്രം ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. ആ വിസിൽ വരുന്ന ടൈം നമുക്ക് പുളി വെള്ളത്തിലിട്ട് വെക്കാം. ഞാൻ ഒരു 1/2 ഗ്ലാസിൻ്റെ അളവിൽ വെള്ളത്തിലേ ഇട്ട് വെക്കുന്നുള്ളൂ, ചൂടുവെള്ളം ആയതുകൊണ്ട്. അപ്പം ഞാനൊരു ചെറിയ കഷ്ണേ പുളി എടുത്തുള്ളൂ. അത് നന്നായിട്ട് കൈകൊണ്ട് പീഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് വെജിറ്റബിൾസ് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇത്രയും വെജിറ്റബിൾസ് ആട്ടോ എടുക്കുന്നത്. നമ്മളെ നാട്ടിലൊക്കെ ആക്കുന്ന പോലെ ഫുൾ വെജിറ്റബിൾസ് എല്ലാം എടുത്തിട്ട് ആക്കുന്നത്. എന്നാലും എൻ്റെ കയ്യിലുള്ള മുഴുവൻ വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കഴുകി വൃത്തിയാക്കി നീളത്തിൽ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെക്കാം. അപ്പം ഞാനിത് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ചെറിയുള്ളീൻ്റെ കൂടെ തന്നെ ഒരു വലിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എൻ്റെ അടുത്ത് ചെറിയുള്ളീൻ്റെ ക്വാണ്ടിറ്റി കുറവായിരുന്നു. അപ്പോൾ 2 പ്ലേറ്റ് ആയിട്ട് ഞാൻ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനൊരു മൺചട്ടിയിലാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ മൺചട്ടി അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി ചൂടായി വരാൻ വെയിറ്റ് ചെയ്യാം. ഇതേ സെയിം ടൈം നമ്മൾ കുക്കർ വിസിലിന് വന്നതുകൊണ്ട് ഒരു വിസിലിന് ശേഷം ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മൺചട്ടി ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണയായിട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ക്വാണ്ടിറ്റി ഞാൻ ഒഴിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 2.5 ടേബിൾ സ്പൂണിലധികം ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ കടുവല്ല പൊട്ടിക്കുന്നത്, അതിന് പകരം കരിവേപ്പിലയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു കൈപ്പിടീൻ്റെ അളവിൽ കരിവേപ്പില ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ സാമ്പാർ മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ഈസ്റ്റേണിൻ്റെ സാമ്പാർ മസാല പൗഡറാണ് കേട്ടോ. ഇത് 2 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഓയിലും കരിവേപ്പിലയായിട്ട്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ എൻ്റെ സാമ്പാർ ആക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ആക്കലുണ്ടോ എന്ന് വരെ എനിക്കറിയില്ല. അപ്പോൾ ഇനി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് 1/4 ടീസ്പൂണിൻ്റെ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണിൻ്റെ അളവിൽ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ച പുളിവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പുളിവെള്ളം ആഡ് ചെയ്യുമ്പോൾ പുളി മാറ്റിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. കൈ കൊണ്ട് ആ പുളി ഒന്ന് പീഞ്ഞെടുക്കാം നമുക്ക്. എന്നിട്ട് ഈ പുളിവെള്ളം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പും അതിൻ്റെ കൂടെയുള്ള വെള്ളവും ഒരുമിച്ചാണ് കേട്ടോ ഈ ചട്ടിയിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ പരിപ്പും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പരിപ്പൊന്ന് ഉടച്ചെടുക്കാം നമുക്ക്. അത് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കുന്ന ടൈമിൽ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇനി ഇതിൻ്റെ അകത്തേക്ക് എല്ലാ വെജിറ്റബിൾസും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കണ്ട എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ചാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എല്ലാ വെജിറ്റബിൾസും ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പം നമ്മൾ ഓണം സീരീസിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഈ ഓണസദ്യ റെസിപ്പീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതേ ടൈമിൽ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് 3 ഗ്ലാസിൻ്റെ അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു കയ്യിലോ സ്പാച്ചിലയോ വെച്ചിട്ട്. അപ്പം നമ്മൾ ഫ്ലെയിം ഇപ്പം ഫുൾ ഫ്ലെയിമിലാട്ടോ ഉള്ളത്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. അതൊരു 5 to 10 മിനിറ്റ്സ് എടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആ സെയിം ടൈം തന്നെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എൻ്റെ പാകത്തിനുള്ള ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ടേസ്റ്റിനുള്ള ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 5 to 10 മിനിറ്റ്സ് വെച്ചിട്ട്, അതായത് ഈ കഷ്ണങ്ങളൊക്കെ വേകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. എൻ്റെ ഫ്ലെയിം ഫുൾ ഫ്ലെയിമിലാണ് ഉള്ളത്. നിങ്ങൾ ഫ്ലെയിം ഫുൾ ഫ്ലെയിമും ഹാഫ് ഫ്ലെയിമും മാറ്റി മാറ്റി വെച്ചിട്ട് വേണം വെജിറ്റബിൾസ് വേവിച്ചെടുക്കാൻ. നമ്മൾ വെജിറ്റബിൾസ് വേവിച്ചെടുക്കുന്ന ടൈം ഫുൾ ഫ്ലെയിമിലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്പാച്ചുല വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം അടിക്ക് പിടിക്കാണ്ട് നോക്കണം. അപ്പം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് വറുത്തിട്ട് കൊടുക്കുക, അതായത് കടുക് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിന് വേണ്ടി ഞാനൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയെല്ലാം മണ്ണിൻ്റെ ചട്ടി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്തിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂണിൻ്റെ അളവിൽ കടുവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കടു ഒന്ന് പൊട്ടിയതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂണിൻ്റെ അളവിൽ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 കായ്മുളക് കട്ട് ചെയ്തിട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഓൾറെഡി നമ്മൾ ഗ്രേവിയിൽ ആഡ് ചെയ്തതാണ്. എന്നാലും ആ വറുത്തിടുന്നതിൻ്റെ ആ സ്മെല്ലും ടേസ്റ്റും വേണ്ടിയിട്ട് വെളുത്തുള്ളി ആഡ് ചെയ്യണം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അളവിൽ കായം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കരിവേപ്പിലയും കൂടി ഞാൻ ഒരു 3 തണ്ടിൻ്റെ അളവിൽ കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ 1 ടീസ്പൂണിൻ്റെ അളവിൽ സാമ്പാർ മസാല ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ്. ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ സാമ്പാർ മസാലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാമ്പാർ മസാല നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ സാമ്പാർ മസാല ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ഈ വറുത്തത് നമ്മൾ സാമ്പാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഞാൻ ഈ ഒരു ടൈം സാമ്പാറിന്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ സാമ്പാറിലേക്ക് ഞാൻ മല്ലിച്ചപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനൊരു കൈപ്പിടീൻ്റെ അളവിൽ മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. മല്ലിച്ചപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഫ്ലെയിം ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്നൊരു സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളെ സാമ്പാർ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഒന്ന് നന്നായി ചൂടാക്കിയിട്ട് കുറച്ച് കുറുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാനുള്ള ടൈം ആകുകയാണ്. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ഒരു ചെറിയ ടിപ്പ് ഇതിനകത്ത് ഞാൻ ചേർക്കുന്നുണ്ട്. എന്താണെന്നറിയാം, ഞാൻ 1 ടീസ്പൂണിൻ്റെ അളവിൽ വീണ്ടും സാമ്പാർ മസാല ഇതിൻ്റെ അകത്തേക്ക് മേലെ ചെറുങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കുക ചെയ്യുന്നത്. ചൂടാക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെയിം അടുപ്പിൽ തന്നെ വെച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം മൂടി ഓപ്പൺ ചെയ്യുക ചെയ്യുന്നത്. അപ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അടിപൊളി തിക്ക് ഗ്രേവി ആയിട്ടുള്ള സാമ്പാർ കറി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളൊന്ന് ഈ ഒരു മോഡലിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്നോട് കമൻറ്റിൽ പറയാൻ മറന്നു പോകരുതേ. നിങ്ങൾ ഇങ്ങനെയാണോ സാമ്പാർ ആക്കാറെന്നും പറയാൻ മറന്നു പോകരുത് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ സാമ്പാറിൻ്റെ റെസിപ്പി? വെറൈറ്റി ആൻഡ് ഈസി അല്ലായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയണേ. സാമ്പാർ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? പെട്ടെന്ന് എളുപ്പത്തിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിന്റെ റെസിപ്പിയാണിത്. അതായത് സദ്യക്ക് പ്രധാനമായിട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു റെസിപ്പിയാണ് നമ്മളെ സാമ്പാറ്. അപ്പൊ കണ്ണൂരുകാർക്ക് പരിപ്പല്ല കേട്ടോ, സാമ്പാറാ പ്രധാനം. അതുകൊണ്ട് തന്നെ ഞാൻ സാമ്പാർ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തന്നിട്ടുള്ളത്. അതായത് നമ്മൾ എപ്പോഴും ആക്കുന്ന പോലെ ഫുൾ വെജിറ്റബിൾസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാണ്ട് അത്യാവശ്യമുള്ള വെജിറ്റബിൾസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ട്രിക്കുള്ള സാമ്പാർ റെസിപ്പിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയാൻ മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മളെ ഓണം സീരീസ് ഒക്കെ അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പൊ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.